ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ ആയി വീഡിയോ ഇട്ടിട്ടെന്നറിയാം. തിരക്കായിപ്പോയി. എൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ആയി. പിന്നെ ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുകയായിരുന്നു. അതാണ് വീഡിയോ ഇടാഞ്ഞത്. എനിവേസ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ വരുന്നതെങ്കിൽ എൻ്റെ പേര് ഗൂഗിൾ സ്റ്റുഡൻറ്റ്. ഞാനൊരു ഗെയിം ഡെവലപ്പറാണ്. ഇന്നത്തെ വീഡിയോയുടെ വിഷയം ഗെയിം എഞ്ചിനാണ്. എന്താണ് ഗെയിം എഞ്ചിൻ, എന്തിനാണ് അത് യൂസ് ചെയ്യുന്നത്, എന്തൊക്കെ തരം ഗെയിം എഞ്ചിൻസ് അവൈലബിൾ ആണ്. സോ നിങ്ങൾ ഗെയിം ഡെവലപ്മെൻറ്റ് പഠിക്കാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ കേൾക്കുന്നൊരു പേരാണ് ഈ ഗെയിം എഞ്ചിൻ. സോ എന്താണ് ഗെയിം എഞ്ചിൻ? ഒരു സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒന്നുമില്ല, ഗെയിം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഒരു പീസ് ഓഫ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന പേരാണ് ഗെയിം എഞ്ചിൻ. അത്രയേ ഉള്ളൂ. നമ്മൾ ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ ഫോട്ടോ എഡിറ്റേഴ്സ് യൂസ് ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യുന്ന പോലെ ഒരു സോഫ്റ്റ്വെയർ, അങ്ങനെ എഴുതിയാൽ മതി. ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട കാര്യമില്ല. ഇനി എന്തിനത് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഗെയിം ഉണ്ടാക്കാൻ ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും അതിനകത്ത് കാണും. ഓക്കെ, നിങ്ങൾ ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ ഉള്ള സോഫ്റ്റ്വെയർസ് ഫോട്ടോഷോപ്പ് യൂസ് ചെയ്യുമ്പോൾ അറിയാമല്ലോ, ഫോട്ടോ എഡിറ്റ് ചെയ്യാനുള്ള ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ആ സോഫ്റ്റ്വെയറിനകത്തുണ്ട്. അതുപോലെ തന്നെ ഗെയിം എഞ്ചിനകത്ത് ഒരു ഗെയിം ഡെവലപ്പ് ചെയ്യാൻ ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും അതിനകത്തുണ്ട്. ഒപ്റ്റിമൈസ് ചെയ്യാൻ, അതിനകത്ത് ഗ്രാവിറ്റി ആഡ് ചെയ്യാൻ, എന്തൊക്കെ നിങ്ങൾക്ക് ക്യാരക്ടർ കൺട്രോളർ ആഡ് ചെയ്യണോ, എന്ത് ആഡ് ചെയ്യാനും അതിനകത്ത് സൗകര്യങ്ങളുണ്ട്. അതാണ് ഗെയിം എഞ്ചിൻസ്. സോ ഇനി എന്തൊക്കെ തരം ഗെയിം എഞ്ചിൻസ് ഉണ്ട്? ഒന്നാമത്തെ ഒരു കാറ്റഗറി പ്രീമിയം ഗെയിം എഞ്ചിൻസ് ഉണ്ട്. അതായത് കാശ് കൊടുത്ത് മേടിച്ച് ഉപയോഗിക്കേണ്ട ഗെയിം എഞ്ചിൻസ്. അങ്ങനെ കുറച്ചെണ്ണേ ഉള്ളൂ. അങ്ങനെ ആരും അതൊക്കെ വാങ്ങി യൂസ് ചെയ്യാൻ കണ്ടിട്ടില്ല ആക്ച്വലി. സോ എനിക്ക് വലിയ എക്സ്പീരിയൻസ് ഇല്ല കാര്യത്തിൽ. പിന്നുള്ളത് പ്രൊപ്രൈറ്ററി ഗെയിം എഞ്ചിൻസ് ഉണ്ട്. അതായത് ചില കമ്പനികൾ അവർ ആവശ്യത്തിന് വേണ്ടി മാത്രം ഡെവലപ്പ് ചെയ്യുന്ന ഗെയിം എഞ്ചിൻസ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ റോക്ക് സ്റ്റാർ സ്റ്റുഡിയോ, GTA സീരീസ് ഒക്കെ ചെയ്യുന്ന സ്റ്റുഡിയോ, അവർ ഈ GTA സീരീസ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഗെയിം എഞ്ചിൻ്റെ പേരാണ് റേജ്. അവരുടെ RDR2, ഈ GTA 5, എനിക്ക് GTA 6ഉം അതിൽ തന്നെയാണ് വരാൻ പോകുന്നത്. സോ ഇത്തരം ഓപ്പൺ വേൾഡ് ഗെയിമുകൾ ഉണ്ടാക്കാൻ വേണ്ടി അവർക്ക് വേണ്ടി ഡെവലപ്പ് ചെയ്ത സോഫ്റ്റ്വെയറാണ് റേജ്. സോ അങ്ങനെ പല കമ്പനികളും ചെയ്യാറുണ്ട്. അത് പ്രൊപ്രൈറ്ററി ആയതുകൊണ്ട് അത് പുറത്ത് കിട്ടത്തില്ല നമുക്ക്. പിന്നെ വരുന്നതാണ് ഫ്രീമിയം എഞ്ചിൻ. അതായത് ഈ ഗെയിം എഞ്ചിൻ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഉപയോഗിച്ച് ഗെയിം ഉണ്ടാക്കി ആ ഗെയിം പബ്ലിഷ് ചെയ്ത് അതിൽ നിന്ന് വരുമാനം ഉണ്ടാകുമ്പോൾ, അത് ഇത്ര ഒരളവിന് മണ്ടക്കോട്ട് വരുമാനം ഉണ്ടാക്കുകയാണെങ്കിൽ, റവന്യൂ ഉണ്ടാക്കുകയാണെങ്കിൽ, നമ്മൾ കുറച്ച് റവന്യൂ ഷെയർ ചെയ്യേണ്ടി വരും അവരുമായിട്ട്. യൂണിറ്റി, അൺറിയലൊക്കെ ഈ ഒരു പോളിസിയാണ് കൊണ്ടുപോകുന്നത്. ഗെയിം എഞ്ചിൻ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങൾ ഗെയിം ഒരു പരിധിക്ക് മണ്ടക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അവർക്ക് അങ്ങോട്ട് പൈസ കൊടുക്കേണ്ടി വരും. ഇനിയുള്ളതാണ് ഫ്രീ ഗെയിം എഞ്ചിൻ. അതായത് അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ടുള്ള ഗെയിം എഞ്ചിൻ. അങ്ങനെ ഒരു എഞ്ചിൻ എൻ്റെ പരിചയത്തേ ഉള്ളൂ. അതിൻ്റെ പേരാണ് ഗുഡോഡ്. ഗുഡോഡ് എന്ന് പറയുന്നത് ഒരു ഓപ്പൺ സോഴ്സ് ഗെയിം എഞ്ചിനാണ്. ഗുഡോഡ്, ഗുഡോട്ട് പല രീതിയിൽ ആൾക്കാർ പറയുന്നത്. ഗുഡോഡ് എന്ന് പറയാം തൽക്കാലം. ഇതൊരു ഓപ്പൺ സോഴ്സ് ഗെയിം എഞ്ചിനാണ്. ഇത് വർക്ക് ചെയ്യുന്നത് പൈത്തൺ പോലത്തെ ഒരു സ്ക്രിപ്റ്റിംഗ് ആണ്. GD സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന സംഭവത്തിലാണ് അത് റൺ ചെയ്യുന്നത്, സ്ക്രിപ്റ്റിംഗ് ഒക്കെ ചെയ്യുന്നതിനകത്ത്. വളരെ ലൈറ്റ് വെയ്റ്റ് ഒരു ഗെയിം എഞ്ചിനാണ്. നിങ്ങളുടെ മൊബൈലിൽ വരെ നിങ്ങൾക്ക് ഡൗൺലോഡ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇത് അബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. ഇത് വെച്ച് നിങ്ങൾ ഗെയിം ഉണ്ടാക്കി അത് പബ്ലിഷ് ചെയ്ത് അതിൽ നിന്ന് റവന്യൂ ഉണ്ടാക്കുകയാണെങ്കിൽ അത് 100% നിങ്ങൾക്ക് തന്നെ ആയിരിക്കും. അല്ലാതെ അവരൊന്നും ചോദിക്കത്തില്ല. സോ അങ്ങനത്തെ ഒരു ഗെയിം എഞ്ചിനാണത്. സോ ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള ഗെയിം എഞ്ചിൻസും കാര്യങ്ങളൊക്കെ. സോ ഇത് വലിയൊരു കണ്ടൻറ്റായിട്ട് എടുക്കേണ്ട വീഡിയോ ഒന്നുമല്ല. അതുകൊണ്ടാണ് പെട്ടെന്ന് ഞാൻ പറഞ്ഞ് തീർത്തത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഇത് ആക്ച്വലി നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ കിട്ടുന്ന ഇൻഫർമേഷൻ തന്നെയാണ്. പിന്നെ ഈ ചാനൽ ഇരുന്നിട്ട് ഗെയിം ഡെവലപ്മെൻറ്റിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് ആയതുകൊണ്ട് ഞാൻ ഇത് പ്രത്യേകിച്ച് ഒരു വീഡിയോ ആയിട്ട് എടുത്തുന്നേ ഉള്ളൂ. സോ ഐ ഹോപ്പ് ദിസ് ഇസ് ഹെൽപ്ഫുൾ. ഇനിയുള്ള വീഡിയോസിൽ കൂടുതലും നമ്മൾ യൂണിറ്റി ബേസ്ഡ് ഗെയിം ഡെവലപ്മെൻ്റ് ആയിരിക്കും ഈ ചാനലിൽ ഉണ്ടാവുക. സോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, പഠിക്കണം താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ ഫോളോ ചെയ്യുക. അത്രയേ ഉള്ളൂ, വേറൊന്നുമില്ല. ഞാൻ വലിച്ചു കിട്ടുന്നില്ല. അപ്പോൾ അടുത്ത ആഴ്ച കാണാം. ബൈ.